മകളുടെയും പുറകിലേക്ക് ചിന്തിക്കുമ്പോൾ ഈ നിഷ്കളങ്ക കുരുന്നുകളുടെ ജീവനെടുത്ത അവരുടെ നിഷ്കളങ്ക നിലവിളികളാണ് ഇതിനൊക്കെ പുറകിലുള്ളതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി വാദിക്കുവാനായി ഇവിടെ ആളുണ്ട്. ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങള് അവതരിപ്പിക്കുവാനായിട്ട് ഇവിടെ ആളുകളുണ്ട്. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുവാനായിട്ട് ഇവിടെ ആളുകളുണ്ട്. എന്നാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിന് വേണ്ടി വാദിക്കുവാൻ ഇവിടെ ആരുണ്ട്? ഇത് ഞാൻ ചോദിക്കുന്ന ചോദ്യം മാത്രമല്ല. ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതിയിലെ ഒരു കേസ് വന്നപ്പോൾ സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള ചന്ദ്രചൂഡ് ചോദിച്ച ഒരു ചോദ്യമാണിത്. 24 ആഴ്ചയിലധികം പ്രായമായ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വെച്ച് കൊല ചെയ്യുവാനായിട്ട് അനുമതി ചോദിച്ചുകൊണ്ടുള്ള ആ കേസ് ഫയലിൽ ചന്ദ്രചൂഡ് ചോദിച്ച ചോദ്യമാണ്. ഈ കുഞ്ഞിന്റെ അമ്മയ്ക്ക് വേണ്ടി വാദിക്കുവാനായിട്ട് ആളുണ്ട്, സർക്കാരിന് വേണ്ടി വാദിക്കുവാനായിട്ട് ആളുണ്ട്, ജഡ്ജുണ്ട്, വക്കീലുണ്ട്. എന്നാൽ ഉദരത്തിലായിരിക്കുന്ന ഈ കുഞ്ഞിന് വേണ്ടി ആര് വാദിക്കും? അതുകൊണ്ട് തന്നെ ഉദരത്തിലായിരിക്കുന്ന ഈ കുഞ്ഞിന് വേണ്ടി ഈ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ 24 ആഴ്ചയിൽ കൂടുതൽ പ്രായമുള്ള കുഞ്ഞിനെ കൊല ചെയ്യുവാനായിട്ട് അനുവാദം തരികയില്ല എന്ന് കൃത്യമായി സുപ്രീം കോടതിയിൽ പറയുകയാണ്.